നമസ്കാരം. മിഡിസ്റ്റ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ മൈഗ്രേറ്റ് പദ്ധതിക്കെതിരെ യുഎഇ കമ്പനികളെ കുറിച്ച് വിവരം ശേഖരിക്കുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നത്. വിഷയം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി അംബാസഡർ ഡോക്ടർ അഹമ്മദ് അൽ ബന്ന. 3 മാസത്തെ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തണമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം. നിയമാനുസൃതമല്ലാത്ത ജോലിക്കാരെ നാടുകടത്തണമെന്ന് വാണിജ്യ നിക്ഷേപ വകുപ്പുകൾ. രാജ്യത്തെ ചേംബറുകൾക്കും സ്ഥാപനങ്ങൾക്കും മന്ത്രാലയങ്ങളുടെ സർക്കുലറുകൾ. ജൂൺ മാസം യുഎഇയിൽ പെട്രോളിന്റെ ചില്ലറ വിൽപ്പന നിരക്ക് കുറയും. വിലയിൽ 2.7% ഇളവ് ലഭിക്കും. ഡീസൽ വില 3% കുറയും. തീരുമാനം ആഗോള എണ്ണ വിലയിടിവ് മുൻനിർത്തി. ദുബായ് RT വകുപ്പിന്റെ സ്മാർട്ട് കാറുകൾ ജനപ്രിയമാകുന്നു. മണിക്കൂർ അടിസ്ഥാനത്തിൽ കാർ വാടകയ്ക്ക് ലഭിക്കും. വാഹനം ഉപയോഗിച്ച സമയത്തിനുള്ള തുക ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഈടാക്കും. നടപടികൾ മൊബൈൽ ആപ്പ് വഴി. വിശദമായി. ഇന്ത്യയുടെ മൈഗ്രേറ്റ് പദ്ധതി യുഎഇയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതാണെന്ന് യുഎഇ അംബാസഡർ ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മൈഗ്രേറ്റിനെതിരെ ഇന്ത്യയിലെ യുഎഇ അംബാസഡർ ഡോക്ടർ അഹമ്മദ് അൽ ബന്ന പ്രതികരിച്ചത്. തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങളെക്കുറിച്ച് പ്രവാസികളിൽ നിന്ന് ആയിരക്കണക്കിന് പരാതികൾ ലഭിച്ച സാഹചര്യത്തിൽ 2015 വിദേശകാര്യ മന്ത്രാലയം മൈഗ്രേറ്റ് പ്രോഗ്രാം ആരംഭിച്ചത്. പ്രവാസി തൊഴിലാളികളെക്കുറിച്ചും അവർ ജോലി ചെയ്യുന്ന കമ്പനികളെക്കുറിച്ചും തൊഴിലുടമകളെക്കുറിച്ചും റിക്രൂട്ടിംഗ് ഏജന്റുമാരെക്കുറിച്ചും വിശദമായ വിവരശേഖരണമായിരുന്നു പദ്ധതി ലക്ഷ്യമിട്ടത്. യുഎഇ കമ്പനികളെക്കുറിച്ച് ഇത്തരത്തിൽ വിവരശേഖരണം നടത്തുന്നത് യുഎഇയുടെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമാണെന്നാണ് ഡോക്ടർ അഹമ്മദ് അൽ ബന്നയുടെ കുറ്റപ്പെടുത്തൽ. വിഷയം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. മുമ്പ് സൗദി അറേബ്യയും ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. മൈഗ്രേറ്റ് പരിപാടിയുടെ ഭാഗമായി യുഎഇ കമ്പനികളിൽ പരിശോധന നടത്തുന്നത് ഉടൻ അവസാനിപ്പിക്കണം. ചില വിവരങ്ങൾ ശേഖരിക്കാനുള്ള അധികാരം യുഎഇ സർക്കാരിൽ നിക്ഷിപ്തമാണ്. മറ്റ് എംബസികൾക്കോ കോൺസുലേറ്റുകൾക്കോ പരിശോധന നടത്താൻ കഴിയില്ല. അത് ഇന്ത്യയുടെ ജോലിയല്ലെന്നും അതേസമയം ആവശ്യമുള്ള വിവരങ്ങൾ കൈമാറാൻ യുഎഇ അധികൃതർ ഒരുക്കമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മീഡിയ 1 ദുബായ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MC നാസർ ചേരുന്നുണ്ട് ദുബൈയിൽ നിന്ന്. MC നാസർ, പ്രവാസികൾക്കേറെ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചൊരു പദ്ധതിയായിരുന്നു മൈഗ്രേറ്റ് പദ്ധതി. എന്തുകൊണ്ടാണ് പദ്ധതിയെ യുഎഇ എതിർക്കുന്നത്? സൈഫനിസത്തിൽ നേരത്തെ തന്നെ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. യുഎഇക്ക് മാത്രമല്ല, നേരത്തെ സൗദി അറേബ്യയും പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി അദ്ദേഹം നേരത്തെ സൗദിയിൽ നടത്തിയ പര്യടനത്തിന്റെ ഘട്ടത്തിൽ സൗദി അറേബ്യ തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ അദ്ദേഹത്തെ അറിയിച്ചതാണ്. ഇത്തരം സംവിധാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പിന്നെ കുറേയേറെ പ്രയാസങ്ങളുണ്ട്, അത് ആഭ്യന്തരപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു വിമർശനമായിരുന്നു ഉയർന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഔദ്യോഗിക സ്വഭാവത്തിൽ തന്നെ ഇന്ത്യയിലുള്ള യുഎഇയുടെ പ്രതിനിധി തന്നെ പിന്നെ പ്രതികരിച്ചിരിക്കുന്നത്. കാരണം മൈഗ്രേറ്റ് എന്ന സംവിധാനം 2015 കൂടിയാണ് ഇത് ആവിഷ്കരിച്ചത്. ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ ഇനിയും നടപ്പിലായി എന്ന് പറയാനാവില്ല. പക്ഷെ എങ്കിൽ പോലും പിന്നെ ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ ഭാഗത്ത് ലഭിക്കുന്ന വിസകൾ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഏത് കമ്പനിയിലൊക്കെയാണ് ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്, ആ കമ്പനിയുടെ പൊതുവായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയും ശമ്പളം പിന്നെ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ നേരത്തെ ഉയർന്നിരുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ട് ശമ്പളം ഈ തൊഴിലാളികൾക്ക് നൽകാൻ ഈ കമ്പനികൾക്ക് സാമ്പത്തികമായിട്ടുള്ള ക്ഷമതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതാത് നയതന്ത്ര കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് എംബസിയും കോൺസുലേറ്റും അത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള വിവരശേഖരണം നടത്തും. അതിനുശേഷം മാത്രം ഈ റിക്രൂട്ട്മെന്റുമായിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നൊരർത്ഥത്തിലുള്ള ഒരു തീരുമാനമായിരുന്നു കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊണ്ടിരുന്നത്. ഇത് ഏറെക്കുറെ ഇന്ത്യയുടെ ഒരു ഏകപക്ഷീയ സ്വഭാവത്തിലുള്ള തീരുമാനമായിരുന്നു. ഇതിനോട് ഗൾഫ് രാജ്യങ്ങളും, കാരണം നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ഗൾഫുമായിട്ടുള്ള നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന ഒരു വിലയിരുത്തലായിരുന്നു കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നത്. പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സൗദി അറേബ്യയും അതോടൊപ്പം തന്നെ യുഎഇ കൃത്യമായിട്ട് തന്നെ പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഗവൺമെന്റ് ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും താല്പര്യമുള്ള ഒരു ഗവൺമെന്റ് എന്ന അർത്ഥത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം പിന്നെ യുഎഇ ഉന്നയിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരാതിയാണ്, പ്രത്യേകിച്ച് തങ്ങളുടേതായിട്ടുള്ള പരമാധികാരത്തിന്റെ മുകളിൽ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുടെ സാമ്പത്തിക സ്ഥിതിയും അതിന്റെ ഘടനയും അതിന്റെ സ്വഭാവവും നയതന്ത്ര കേന്ദ്രങ്ങൾ മുഖേന വിലയിരുത്തപ്പെടുന്നു എന്ന് വരുമ്പോൾ അതിൽ ഒരിക്കലും തന്നെ യുഎഇയെ സംബന്ധിച്ചിടത്തോളം അത് അനുവദിച്ച് നൽകാൻ സാധിക്കുകയില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഈ യുഎഇയുടെ പ്രതിനിധി ഇന്ത്യയിലുള്ള അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, കാരണം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റവും നല്ല ബന്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ മൈഗ്രേറ്റ് സംവിധാനത്തിന്റെ പുറത്ത് ഇന്ത്യ ഏകപക്ഷീയമായിട്ട് ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യത വിരളമായിരിക്കും. യുഎഇയുമായിട്ട്
വിവരങ്ങൾ നൽകിയത് ദുബൈയിൽ നിന്ന്. സൗദി ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച 3 മാസത്തെ പൊതുമാപ്പ് അനുകൂലമായി ഉപയോഗപ്പെടുത്തണമെന്നും വാണിജ്യ സ്ഥാപനങ്ങളിലെ നിയമാനുസൃതമല്ലാത്ത ജോലിക്കാരെ നാടുകടത്തണമെന്നും വാണിജ്യ നിക്ഷേപ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് രാജ്യത്തെ ചേംബറുകൾക്കും സ്ഥാപനങ്ങൾക്കും മന്ത്രാലയം സർക്കുലർ അയച്ചു. പൊതുമാപ്പ് അവസാനിക്കാൻ 28 ദിവസം മാത്രം അവശേഷിക്കുന്ന സാഹചര്യത്തിലാണ് വാണിജ്യ നിക്ഷേപ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ജൂൺ 24-ന് അവസാനിക്കുന്ന ഇളവുകാലത്തിനു ശേഷം അനധികൃത തൊഴിലാളികളെ കണ്ടെത്തിയാൽ നിയമാനുസൃതമായ പിഴ ചുമത്തുമെന്നും വാണിജ്യ മന്ത്രാലയത്തിന്റെ സർക്കുലറിൽ പറയുന്നു. വിവിധ മേഖലയിലെ ചേംബറുകൾ വഴിയാണ് സർക്കുലർ വാണിജ്യ സ്ഥാപനങ്ങളിലേക്ക് അയച്ചത്. തൊഴിൽ ഇക്കാമ നിയമലംഘകരെ സ്ഥാപനങ്ങളിൽ തുടരാൻ അനുവദിക്കില്ലെന്ന് വാണിജ്യ മന്ത്രാലയത്തിന്റെ സർക്കുലറിൽ ആവർത്തിക്കുന്നു. 19 മന്ത്രാലയങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും പങ്കെടുക്കുന്ന നിയമലംഘകരില്ലാത്ത രാജ്യമെന്ന ക്യാമ്പയിന്റെ ആനുകൂല്യം പരമാവധി പേർ ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ക്യാമ്പയിൻ കാലം അവസാനിക്കുന്നതോടെ പരിശോധന കർശനമാക്കും. ഇളവുകാലത്തിനു ശേഷം നാടുകടത്തുന്ന വിദേശികളിലെ വിരലടയാളം രേഖപ്പെടുത്തി സൗദിയിലേക്ക് തിരിച്ചുവരുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. അസർ പുളിയിൽ, മീഡിയ 1 റിയാദ്. ജൂൺ മാസം UAE-യിൽ പെട്രോളിന്റെ ചില്ലറ വിൽപ്പന നിരക്ക് കുറയും. ഇന്ധന നിരക്കിൽ 2.7% നിരക്കിളവാകും ലഭിക്കുക. UAE ഊർജ്ജ മന്ത്രാലയമാണ് ജൂൺ മാസത്തെ ഇന്ധന നിരക്ക് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ലിറ്ററിന് 2 ദിർഹം 1 ഫിൽസ് വിലയുള്ള സൂപ്പർ ഗ്രേഡ് പെട്രോളിന് ജൂണിൽ 1 ദിർഹം 96 ഫിൽസ് നൽകിയാൽ മതി. സ്പെഷ്യൽ ഗ്രേഡ് പെട്രോളിന് ലിറ്ററിന് 1 ദിർഹം 85 ഫിൽസായിരിക്കും വില. സ്പെഷ്യൽ 95 പെട്രോളിന് ലിറ്ററിന് 1 ദിർഹം 85 ഫിൽസായിരിക്കും നിരക്ക്. രാജ്യത്ത് ഏറ്റവും വിലക്കുറവുള്ള പെട്രോളായ E+ ഗ്യാസോലിന്റെ വില ലിറ്ററിന് 1 ദിർഹം 78 ഫിൽസ്. ഡീസൽ വിലയിൽ 3.5% കുറവാണ് വരുത്തിയിരിക്കുന്നത്. ലിറ്ററിന് 1 ദിർഹം 90 ഫിൽസ്. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വന്ന ഇടിവാണ് UAE-യുടെ പ്രഖ്യാപനത്തിലും പ്രതിഫലിക്കുന്നത്. 2015 ജൂലൈ മുതലാണ് പെട്രോൾ ഡീസൽ സബ്സിഡി അവസാനിപ്പിക്കാൻ UAE ഊർജ്ജ മന്ത്രാലയം തീരുമാനം കൈക്കൊണ്ടത്. തുടർന്ന് ആഗോള വിപണിയിലെ നിരക്ക് വ്യത്യാസം മുൻനിർത്തിയാണ് ആഭ്യന്തര വിപണിയിൽ ഇന്ധന നിരക്ക് ക്രമീകരിച്ചു വരുന്നത്. ആഗോള വിപണിയിൽ ബാരലിന് ഏതാണ്ട് $52 നിലവിലെ എണ്ണവില. നടപ്പുവർഷം തുടക്കത്തിൽ ബാരലിന് $56 മുകളിലായിരുന്നു നിരക്ക്. മീഡിയ 1 ദുബൈ. CBSE +2 പരീക്ഷയിൽ ഗൾഫിലെ സ്കൂളുകൾക്ക് മികച്ച വിജയം. വിദേശത്തെ മൊത്തം CBSE സ്കൂളുകളിൽ 92.2% വിജയം. 98.4% മാർക്ക് നേടിയ മലയാളി വിദ്യാർത്ഥിനി മേഘന സാവിത്താണ് UAE-യിലെ ടോപ്പർ. വിദേശത്തെ CBSE സ്കൂളുകളിൽ ഇത്തവണ പരീക്ഷ എഴുതിയ 14,743 വിദ്യാർത്ഥികളിൽ 13,566 പേർ വിജയിച്ചു. സയൻസ് വിഭാഗത്തിൽ 98.4% മാർക്ക് നേടിയ ദുബൈ ഇന്ത്യൻ ഹൈസ്കൂളിലെ മേഘന സാവിത്തിനാണ് UAE-യിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചത്. തൃശൂർ ഗുരുവായൂർ സ്വദേശി സാവിത് ബാലന്റെയും ഡോക്ടർ ദീപയുടെയും മകളാണ് മേഘന. കെമിസ്ട്രിയിൽ ഈ മിടുക്കിക്ക് 100-ൽ 100 മാർക്ക്. UAE ടോപ്പർ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട്സ് കെമിസ്ട്രിയും ഫിസിക്സും ആയിരുന്നു. ഫിസിക്സിൽ എനിക്ക് 99, കെമിസ്ട്രിയിൽ എനിക്ക് 100 മാർക്സും കിട്ടി. ഫോർ ഓൾ ഓഫ് ദിസ് ഐ വുഡ് ലൈക്ക് ടു ഗിവ് ദ ക്രെഡിറ്റ് ടു മൈ ടീച്ചേഴ്സ് ആൻഡ് പേരൻസ്. ദുബൈ ഇന്ത്യൻ ഹൈസ്കൂൾ, ദുബൈ ന്യൂ മോഡൽ ഇന്ത്യൻ സ്കൂൾ, അബുദാബി മോഡൽ സ്കൂൾ എന്നിവ 100 മേനി വിജയം കൊയ്തു. മിക്ക സ്കൂളുകളും 90% മുകളിൽ വിജയം കരസ്ഥമാക്കി. ജെംസ് ഗ്രൂപ്പിന്റെ വിവിധ സ്കൂളുകളിലായി പരീക്ഷ എഴുതിയ 1515 പേരിൽ 99.9% പേർ വിജയിച്ചതായി അധികൃതർ അറിയിച്ചു. മീഡിയ 1 ദുബൈ. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ സൗദിയിലെ ഇന്ത്യൻ സ്കൂളുകളും മികച്ച വിജയം നേടി. 496 മാർക്ക് നേടി ജിദ്ദ, റിയാദ്, ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള 3 വിദ്യാർത്ഥികൾ സൗദിയിൽ ഒന്നാമതെത്തി. ജിദ്ദയിൽ കോഴിക്കോട് വടകര സ്വദേശിനി ആമിന അഷ്റഫ്, റിയാദിൽ നാഗർകോവിൽ സ്വദേശിനി ജെസി ഡാഫിനി, ദമാമിൽ റോഷൻ രാജു എന്നിവരാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കരസ്ഥമാക്കിയത്. ജുബൈൽ സ്കൂളിൽ പരീക്ഷ എഴുതിയ 198 പേരിൽ 2 പേരൊഴികെ എല്ലാവരും വിജയിച്ചു. റിയാദ് ഇന്ത്യൻ പബ്ലിക് സ്കൂളിൽ പരീക്ഷ എഴുതിയ ഒരാളൊഴികെ എല്ലാവരും വിജയിച്ചു. സ്വകാര്യ സ്കൂളുകളും മികച്ച വിജയമാണ് നേടിയത്. സുഡാനിലെ ദാഫോറിൽ പിറന്ന സയാമിസുകളെ സൗദിയിലെത്തിച്ച് ചികിത്സിക്കാനും സാധ്യമെങ്കിൽ വേർപെടുത്താനും സൽമാൻ രാജാവ് നിർദ്ദേശിച്ചു. ഇരട്ടകളുടെ ആരോഗ്യനില അറിഞ്ഞ രാജാവ് കുട്ടികളെയും മാതാപിതാക്കളെയും ഉടൻ റിയാദിലെത്തിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നുവെന്ന് സുഡാനിലെ സൗദി അംബാസഡർ അലി ബിൻ ഹസൻ ജാഫർ പറഞ്ഞു. റിയാദിലെ നാഷണൽ ഗാർഡ് ആസ്ഥാനത്തുള്ള കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിൽ വെച്ചാണ് ഇരട്ടകൾക്ക് ആവശ്യമായ ചികിത്സയും ശസ്ത്രക്രിയയും നൽകുക. 30-ലധികം ഇരട്ടകളെ വിജയകരമായി വേർപെടുത്തിയ മെഡിക്കൽ സിറ്റിയിലെ പരിചരണത്തിന് അവസരം ലഭിച്ചതിൽ രക്ഷിതാക്കൾ ആശ്വാസം രേഖപ്പെടുത്തുകയും സൽമാൻ രാജാവിന് പ്രത്യേക നന്ദിയും അറിയിച്ചു. വിശുദ്ധിയിലേക്കുള്ള വാതിൽ. UAE എക്സ്ചേഞ്ച് വിശുദ്ധിയിലേക്കുള്ള വാതിൽ.
മക്കയിലെ ഹിറ ഗുഹയിലാണ് മുഹമ്മദ് നബിക്ക് ഖുർആൻ അവതരിച്ചു കിട്ടിയത്. ഗുഹയിൽ ധ്യാനത്തിലിരുന്ന പ്രവാചകന് ജിബ്രീൽ മാലാഖ ദൈവവചനത്തിന്റെ ആദ്യ സൂക്തങ്ങൾ ഓതി കേൾപ്പിച്ചതോടെയാണ് ഖുർആൻ അവതരണം തുടങ്ങിയത്. ചരിത്രപ്രസിദ്ധമായ ഹിറ ഗുഹ ഇപ്പോഴും മക്കയിൽ കാണാൻ സാധിക്കും. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും 4 കിലോമീറ്റർ അകലെയുള്ള നൂർമലയുടെ മുകളിലാണ് മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിന് സാക്ഷ്യം വഹിച്ച ഹിറ ഗുഹ. 642 മീറ്ററാണ് മലയുടെ ഉയരം. 1.5 മണിക്കൂറിലേറെ സമയം വേണം മലയുടെ മുകളിലെത്താൻ. ചെങ്കുത്തായ വഴിയിലൂടെ മുകളിലെത്തി 20 മീറ്റർ താഴോട്ടിറങ്ങിയാലേ ഗുഹയിലെത്താൻ സാധിക്കൂ. 2-3 പേർക്ക് മാത്രം കയറാൻ സാധിക്കുന്ന ചെറിയ ഇടം മാത്രമാണ് ഗുഹ. മക്കയിലെ തൻ്റെ ചുറ്റുമുള്ള ജീവിത സാഹചര്യത്തിൽ മനമെടുത്ത് ഏകാന്തരായിരിക്കാൻ പ്രവാചകൻ മുഹമ്മദ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നു. ഏകാന്തമായ ഇരുത്തവും തിരിച്ചുപോക്കും 3 വർഷത്തോളം നീണ്ടു. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് 40-ാം വയസ്സിൽ ജിബ്രീൽ മാലാഖ ദൈവവചനമായി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഖുർആനിന്റെ ആദ്യ സൂക്തങ്ങൾ ഓതിക്കേൾപ്പിച്ചു. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തൻ്റെ സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും അവസ്ഥയോർത്തുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ധ്യാന നിമഗ്നനാവുക പതിവായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം തെരഞ്ഞെടുത്തിരുന്നത് ഈ ഹിറ ഗുഹയായിരുന്നു. ഹിറ ഗുഹയിൽ നിന്നും ഖുർആനുമായി പുറത്തിറങ്ങിയ പ്രവാചകൻ പിന്നീട് ജബലന്നൂറിലേക്ക് തിരിച്ചു പോയിട്ടില്ല. പുണ്യസ്ഥലമല്ലെങ്കിലും ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ ഇറങ്ങിയ ഹിറ ഗുഹ സന്ദർശിക്കാൻ മക്കയിലെത്തുന്ന ഓരോ വിശ്വാസിയും ശ്രമിക്കാറുണ്ട്. മക്കയിൽ നിന്നും റബി മുഹമ്മദ്, മീഡിയ 1. റംസാനോടനുബന്ധിച്ച് സൗദിയിൽ സൽമാൻ രാജാവ് പ്രഖ്യാപിച്ച ഇളവിൽ ജയിൽ മോചനം നേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. മക്കയിൽ ഞായറാഴ്ച 500 തടവുകാർ ജയിൽ മോചിതരായതായി മക്ക ജയിൽ മേധാവി മേജർ ജനറൽ ഫായിസ് അൽ അഹ്മരി അറിയിച്ചു. ജീസാൻ മേഖലയിലും തടവുകാർ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും എത്ര പേരാണ് മോചിതരായതെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. അർഹരായ മുഴുവൻ പേരെയും മോചിപ്പിക്കാൻ ഓഫീസ് സമയത്തിന് ശേഷവും അധികൃതർ ഫയലുകൾ പരിശോധിച്ചു വരികയാണെന്ന് ജീസാൻ ജയിൽ മേധാവി ഷായ് അൽ ഖഹ്താനി പറഞ്ഞു. ഖത്തറിലെ യൂത്ത് ഫോറം സംഘടിപ്പിക്കുന്ന റംസാൻ പ്രോഗ്രാമുകൾക്ക് ലേബർ ക്യാമ്പ് ഇഫ്താറോടുകൂടി ഇന്ന് തുടക്കമായി. റംസാൻ പരിപാടികളുടെ ഭാഗമായി ജൂൺ 9-ന് ഖത്തർ സ്പോർട്സ് ക്ലബിൽ നടക്കുന്ന യൂത്ത് മീറ്റിൽ ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ ചെയർമാൻ ടി ആരിഫ് അലി മുഖ്യാതിഥിയാവും. ഖത്തറിലെ വിവിധ ലേബർ ക്യാമ്പുകളിലും താഴ്ന്ന വരുമാനക്കാർ താമസിക്കുന്ന ഇടങ്ങളിലുമായി യൂത്ത് ഫോറം സംഘടിപ്പിക്കുന്ന ഇഫ്താറുകൾ റമദാൻ അവസാനം വരെ തുടരും. അൽ ഇമാദി ഗ്രൂപ്പിന്റെയും ദോഹ അന്താരാഷ്ട്ര മതാന്തര സംവാദ കേന്ദ്രത്തിന്റെയും സഹകരണത്തോടു കൂടിയാണിത് സംഘടിപ്പിക്കുന്നത്. വീട്ടുജോലിക്കാർ, ഹൗസ് ഡ്രൈവർമാർ, സലൂൺ, ലോണ്ടറി എന്നിവിടങ്ങളിലെ ജീവനക്കാർ എന്നിവർക്കായി ദോഹയിലെ വിവിധ ഇടങ്ങളിൽ പ്രത്യേക ഇഫ്താർ സംഗമങ്ങളും സംഘടിപ്പിക്കും. ഖത്തറിലെ വിവിധ കേന്ദ്രങ്ങളിലായി ഫാമിലി ഇഫ്താർ മീറ്റുകൾ, നിശ ക്യാമ്പുകൾ, സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള റമദാൻ മീറ്റ് എന്നിവയും നടക്കും. ഇൻഡസ്ട്രിയൽ ഏരിയ, ഗറാഫ, അൽഖോർ, വുക്കൈർ, വക്ര, ദോഹ ജദീദ്, സൈലിയ എന്നിവിടങ്ങളിലെ വിവിധ ലേബർ ക്യാമ്പുകളിലായി 8000 ഇഫ്താർ കിറ്റുകൾ റമദാനിൽ വിതരണം ചെയ്യുമെന്നും യൂത്ത് ഫോറം നേതാക്കൾ അറിയിച്ചു. റമദാൻ പരിപാടികളുടെ ഭാഗമായി ദോഹ റമദാൻ മീറ്റ് ജൂൺ 9-ന് വെള്ളിയാഴ്ച വൈകിട്ട് നടക്കും. ഖത്തർ സ്പോർട്സ് ക്ലബിൽ നടക്കുന്ന പരിപാടിയിൽ ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ ചെയർമാനും ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ ഉപാധ്യക്ഷനുമായ ടി ആരിഫ് അലി മുഖ്യാതിഥിയാവും. DICID ചെയർമാൻ ഡോക്ടർ ഇബ്രാഹിം സ്വാലിഹ് അൽ നൊഐമി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി ഇഫ്താർ സംഗമത്തോടെയായിരിക്കും സമാപിക്കുക. മീഡിയ 1 ദോഹ. റംസാൻ പ്രമാണിച്ച് കുവൈത്ത് മരുഭൂമിയിലെ ആട്ടിടയന്മാർക്ക് വെൽഫെയർ കേരള കുവൈത്ത് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. 1 മാസത്തേക്കുള്ള അവശ്യ സാധനങ്ങൾ അടങ്ങിയ 100 കിറ്റുകളാണ് കഴിഞ്ഞ ദിവസം അബ്ദലി മരുഭൂമിയിലെ വിവിധ ടെന്റുകളിൽ വിതരണം ചെയ്തത്. മരുഭൂമിയിൽ ആടുകളെയും ഒട്ടകങ്ങളെയും മേച്ചു ജീവിക്കുന്ന തൊഴിലാളികൾക്ക് റമദാനിലെ സ്നേഹസമ്മാനമായാണ് വെൽഫെയർ കേരള കുവൈത്ത് ഡെസേർട്ട് കിറ്റ് പദ്ധതി നടപ്പാക്കിയത്. പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനിയായ അൽസെയർ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് 1 മാസത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ അടങ്ങുന്ന കിറ്റ് തയ്യാറാക്കിയത്. 20 വാഹനങ്ങളിലായി വിജനമായ മരുഭൂമിയിലൂടെ കിലോമീറ്ററുകൾ താണ്ടിയാണ് വെൽഫെയർ വളണ്ടിയർമാർ ഇടയ ടെന്റുകളിൽ കിറ്റുകൾ എത്തിച്ചത്. ബംഗ്ലാദേശ്, എത്തോപ്യ, ശ്രീലങ്ക, നേപ്പാൾ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും രാജസ്ഥാൻ, തമിഴ്നാട് എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമാണ് ആട്ടിടയന്മാരുടെ ജോലി നിർവഹിക്കുന്നവരിൽ ഭൂരിഭാഗവും. വെൽഫെയർ കേരള കുവൈത്ത് ഭാരവാഹികളായ ഖലീൽ റഹ്മാൻ, മജീദ് നരക്കോടൻ, വിനോദ് പെരേര, റഷീദ് ഖാൻ, അനിയൻ കുഞ്ഞ്, അൽസേര ഗ്രൂപ്പ് പ്രതിനിധികളായ ഷിബു മുഹമ്മദ്, സാജിദ് സിയാവേഷ് എന്നിവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി. മീഡിയ 1 കുവൈറ്റ് സിറ്റി.
റമദാനിൽ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ഗതാഗത സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി. വാഹനാപകടങ്ങൾ ഒഴിവാക്കാനായി ഇഫ്താർ സ്ഥലങ്ങളിലേക്ക് തിരക്ക് കൂട്ടാതെ അല്പം നേരത്തെ യാത്ര തിരിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. റോഡിലെ ഗതാഗതത്തിന് തടസ്സമാകുന്ന തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. രാത്രി സമയങ്ങളിലെ പ്രാർത്ഥനാ സമയങ്ങളിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കരുതെന്നും നിർദ്ദേശത്തിലുണ്ട്. പാർപ്പിട മേഖലകളിലെ ഉൾറോഡുകളിൽ കുട്ടികളെ പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ കളിക്കാൻ അനുവദിക്കരുത്. ഭക്ഷണ സാധനങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താനും യാചന നിരുത്സാഹപ്പെടുത്താനും മന്ത്രാലയം നിർദ്ദേശിക്കുന്നുണ്ട്. അടിയന്തര സാഹചര്യമുണ്ടായാൽ 999 എന്ന നമ്പറിൽ അറിയിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഖത്തറിലെ ഇന്ത്യൻ മീഡിയ ഫോറം പ്രവർത്തകർക്കായി FCC ഇഫ്താർ സംഘടിപ്പിച്ചു. സോൾഡാറ്റി സംസ്ഥാന സെക്രട്ടറി സമദ് കുന്നക്കാവ്, ഫ്രണ്ട്സ് കൾച്ചറൽ സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹബീബുർ റഹ്മാൻ കീഴ്ശ്ശേരി, യതീന്ദ്രൻ മാസ്റ്റർ, പ്രദീപ് മേനോൻ, IMF സെക്രട്ടറി മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നാളത്തെ സുബ്ഹി സമയം. സമാവ ട്രേഡിംഗ് നോമ്പ് സമയം brought to you by സമാവ ട്രേഡിംഗ്. ഖത്തറിൽ നിന്നും നാട്ടിലേക്ക് പോകുന്ന മലയാള മനോരമ റിപ്പോർട്ടറും ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റുമായ GB മാത്യുവിന് ഇന്ത്യൻ മീഡിയ ഫോറം യാത്രയയപ്പ് നൽകി. 3.5 വർഷക്കാലത്തെ സേവനം അവസാനിപ്പിച്ചാണ് അദ്ദേഹം ദോഹയിൽ നിന്ന് പോകുന്നത്. IMFന്റെ ഉപഹാരം ഭാരവാഹികൾ ചേർന്ന് GB മാത്യുവിന് സമ്മാനിച്ചു. ആക്ടിംഗ് പ്രസിഡന്റ് റിൻസ്, ജനറൽ സെക്രട്ടറി മുജീബ് റഹ്മാൻ, ട്രഷറർ IMA റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. മസ്കറ്റിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു. തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശി രാജേഷിനെയാണ് സവാദി ബില്ലയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു. 10 വർഷത്തോളമായി രാജേഷ് ഒമാനിലുണ്ട്. വിഡിസിയറോട് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. നമസ്കാരം.